എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് വരാൻ പോകുന്ന ഐയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, നമുക്ക് എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് നോക്കാം. എല്ലാവരും റെഡി അല്ലടാ? ഫുൾ എനർജിയിൽ വാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നരഹത്യയ്ക്ക് ശിക്ഷാർഹമായ ഒരു കുറ്റം കൊലപാതകമാകുന്ന ഒരു സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. നരഹത്യയ്ക്ക് ശിക്ഷാർഹമായ ഒരു കുറ്റം കൊലപാതകമാകുന്ന ഒരു സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മളിത് ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുന്നത്, നമുക്ക് അതിൻ്റെ ആദ്യം ഡെഫിനിഷൻസും കുറച്ച് ഫാക്ട്സും പഠിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കുന്നു. ഇത് BNSലെ ഒരു പോർഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്ട BNSലെ ഒരു പോർഷനാണ്. ഓക്കെ അല്ലേ? ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു പോർഷനാണ് കുട്ടികളെ. ഭാരതീയ ന്യായ സംഹിത 2023 കഴിഞ്ഞ റിവിഷന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നോക്കണം, ഭാരതീയ ന്യായ സംഹിത 2023. ഇനി ഇവിടെ നരഹത്യയുടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് അറിയണം. ആദ്യം അറിയേണ്ടത് ഏത് ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 6 ആണ്. എന്താണ്? ഒഫൻസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നാണ്. ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒഫൻസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന കാര്യമാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങളെ സംബന്ധിച്ച കാര്യമാണ് ചാപ്റ്റർ 6 പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് 100ഉം 101 ആദ്യം പഠിക്കുന്നു. 100ഉം 101. 100 എന്ന് പറഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നു. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ എന്നും. 101 മർഡർ അല്ലെങ്കിൽ കൊലപാതകം എന്നും പറയുന്നു. 101 മർഡർ അല്ലെങ്കിൽ കൊലപാതകം എന്നും പറയുന്നുണ്ട്. അപ്പം 100 കൾപ്പബിൾ ഹോമിസൈഡ്, 101 മർഡർ അല്ലെങ്കിൽ കൊലപാതകം എന്ന് പറയുന്നുണ്ട്. എന്താണ് നരഹത്യയുടെ ശിക്ഷ എന്ന് ചോദിച്ചാൽ, 100ന്റെ ശിക്ഷ പറയുന്നത് 105ലാണ്. 105ൽ 2 തരം ശിക്ഷയുണ്ട്. എന്താണ് അതിൻ്റെ ശിക്ഷ എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരാളിൻ്റെ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു പ്രവൃത്തി ചെയ്തു. ഉദാഹരണം, അയാളുടെ കാലൊടിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്തപ്പോൾ അയാൾ മരിച്ചു പോയെങ്കിൽ അവിടെ 10 വർഷം കിട്ടും. പക്ഷേ അയാളെ മരണത്തെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്താൽ 10 വർഷമോ ജീവപര്യന്തമോ കിട്ടാമെന്ന് 105ൽ പറയുന്നു. എന്നാൽ 101 കൊലപാതകം എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അത് 103ലാണ് അതിൻ്റെ ശിക്ഷ പറയുന്നത്. അതിൻ്റെ ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? നരഹത്യക്ക് ശിക്ഷാർഹമായ ഒരു കുറ്റം കൊലപാതകമാകുന്ന ഒരു സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ, മരണം വരുത്തിയ പ്രവൃത്തി ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക പരിക്കുണ്ടാക്കാൻ ഉദ്ദേശത്തോടെ ചെയ്തതാണെങ്കിൽ, പക്ഷേ മരണം സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും അതെന്തല്ല, നരഹത്യക്ക് ശിക്ഷാർഹമായ കുറ്റം കൊലപാതകമാകില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. മരണം വരുത്തിയ പ്രവൃത്തി ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക പരിക്കുണ്ടാക്കാൻ ഉദ്ദേശത്തോടെ ചെയ്യപ്പെടുകയും ഉദ്ദേശിച്ചേൽപ്പിച്ച് ശാരീരിക പരിക്ക് സാധാരണ പ്രകൃതിയുടെ ഗതിയിൽ മരണത്തിന് മതിയായതാണെങ്കിൽ അത് എന്താകുമെന്ന് നോക്കാം. മരണം ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ എന്താകാം? ചെറിയ ശാരീരിക പരിക്കുണ്ടാക്കിയാൽ എന്താകാം? ഇതെല്ലാം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി കാരണം പ്രകൃതിയുടെ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് നാച്ചുറലി? പ്രകൃതിയുടെ സാധാരണഗതിയിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ നാച്ചുറലി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ കുറ്റകരമായ നരഹത്യയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം പഠിച്ചു. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു ആത്മഹത്യക്ക് പ്രേരണ നൽകിയാൽ 107, കുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകിയാൽ 107ാമത്തെ സെക്ഷനും, 108ാമത്തെ സെക്ഷൻ മുതിർന്ന വ്യക്തിയുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകാൻ 108ാമത്തെ സെക്ഷനുമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. കുട്ടിയുടെ ആണെങ്കിൽ 107, മുതിർന്ന വ്യക്തിയുടെ ആണെങ്കിൽ 108. അതുപോലെ 109ഉം 110ലേക്കും വരുന്നു. 109ഉം 110. 109 എന്ന് പറഞ്ഞാൽ എന്താണ്? 109ഉം 110ഉം ശ്രമമാണ്. കൊലപാതക ശ്രമവും കുറ്റകരമായ നരഹത്യയുടെ ശ്രമവുമാണെന്നറിയണം. ഇനി ഇസഡിനെ ഭീഷണിപ്പെടുത്തി തൻ്റെ ക്ലബ് അംഗങ്ങളെ ഇസഡിൻ്റെ വയലിലേക്ക് അയച്ച് ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതുവഴി ഇസഡിനെ ഒരു ബോണ്ട് ഒപ്പിട്ട് ബിന് നൽകാൻ പ്രേരിപ്പിച്ചു. ഇത് ഏത് കുറ്റമാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇസഡിനെ ഭീഷണിപ്പെടുത്തി പറയുകയാണ്, നിൻ്റെ വയലിലേക്ക് ഞാൻ കുറേ ആൾക്കാരെ അയച്ച് നിൻ്റെ കൃഷിയൊക്കെ നശിപ്പിക്കും, അല്ലെങ്കിൽ നീ എനിക്ക് ബോണ്ട് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് അല്ലേ ബിക്ക് നൽകാൻ ബിക്ക് ആ ഒരു ബോണ്ട് ഒപ്പിട്ട് നൽകാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ, ഇസഡിനെ ഒരു ബോണ്ട് ഒപ്പിട്ട് നൽകാൻ ബിന് പ്രേരിപ്പിച്ചുവെങ്കിൽ ഇവിടെ നല്ല കുറ്റം വന്നത് മിസ്ചീഫ് ദ്രോഹമാണോ, തെഫ്റ്റ് മോഷണമാണോ, എക്സ്റ്റോർഷൻ അപഹരണമാണോ, റോബറി കവർച്ചയാണോ, ഇതിലേതാണ് ആൻസർ എന്നറിയാൻ നമ്മൾ വീണ്ടും BNSലേക്ക് തന്നെ പോകുന്നു, ഭാരതീയ ന്യായ സംഹിതയിലേക്ക് തന്നെ പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം പ്രകാരം അവിടെ ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വരുന്നത്. ചാപ്റ്റർ 17 നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ 303 എന്ന് പറഞ്ഞാൽ മോഷണമാണെന്നറിയാം, 304 എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയാണെന്നറിയാം, 308 ആണ് അപഹരണമെന്നറിയുക, 309 റോബറി ആണെന്നറിയുക, 310 ഡെക്കോയിറ്റി ആണെന്നറിയുക. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തി അപഹരിച്ചു അല്ലെ ഭീഷണിപ്പെടുത്തി എടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്റ്റോർഷനിലേക്ക് വരുന്നു, എക്സ്റ്റോർഷൻ അല്ലെങ്കിൽ അപഹരണത്തിലേക്ക് വരുന്നു. അപ്പോൾ അപഹരണമാണ് ഇതിൻ്റെ ആൻസർ, കുറ്റം അല്ലേ. അപ്പോൾ അവിടെ അപഹരിച്ചു, ഭയപ്പെടുത്തി അപഹരിക്കൽ എന്നാണ് ആ സെക്ഷൻ്റെ ഒരു ഭയപ്പെടുത്തി അപഹരിക്കൽ. സെറ്റായിട്ട് മനസ്സിലായോ? ഭയപ്പെടുത്തി അപഹരിക്കലാണ് സെക്ഷൻ 308 പറയുന്നത്, ഭയപ്പെടുത്തി അപഹരിക്കൽ. സെറ്റായിട്ട് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിൻ്റെ കാര്യത്തിൽ ദുർബലനോ 60 വയസ്സിന് മുകളിലോ പ്രായമുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? അപ്പോൾ 3 വർഷത്തിൽ താഴെ പ്രായമുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിൻ്റെ കാര്യത്തിൽ ദുർബലനോ 60 വയസ്സിന് മുകളിലോ പ്രായമുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? മജിസ്ട്രേറ്റിൻ്റെ, DYSPയുടെ, SP-യുടെ, കുടുംബാംഗങ്ങളുടെ അനുമതി. ആരുടെ അനുമതിയാണെന്ന് നോക്കാം. അപ്പോൾ 3 വർഷത്തിൽ താഴെ നമ്മളിത് ഏതിൽ വരുന്നു എന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത് BNSSൽ വരുന്നട, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. നമ്മളിത് എന്താണ് CRPCയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ്. CRPC ഏത് വർഷമാണ്? 1973. അതിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് BNSS എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, BNSSൽ എത്ര വകുപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എത്ര വകുപ്പാണ് കുട്ടികളെ? എത്ര വകുപ്പാണ്? 531 വകുപ്പുകളാണ് BNSSലുള്ളത്. 39 അധ്യായങ്ങളുണ്ട്, 2 ഷെഡ്യൂളും ഉണ്ടെന്നറിയണം. ഓക്കെ, നേരത്തെ CRPCയിൽ എത്രയായിരുന്നു? 484-ഉം 37-ഉം 2-ഉമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് ക്രിമിനൽ നടപടിക്രമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണ നടപടികളെക്കുറിച്ച് പറയുന്നതാണ് BNSSൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ BNSSലെ ചാപ്റ്റർ 5 ആണ് അറസ്റ്റിനെ പറ്റി പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അറസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 5 ആണ് സെറ്റ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് 35 മുതൽ 61 വരെയുള്ള വകുപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. 35 മുതൽ 61 വരെയുള്ള വകുപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ 35 എന്ന് പറഞ്ഞാൽ എന്താണ്? കോഗ്നൈസബിൾ കേസ് പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന കണ്ടീഷനാണ്. കോഗ്നൈസബിൾ കേസ് പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ 35-ൽ തന്നെ നമുക്ക് 1, 2, 3, 4, 5, 6, 7 എന്നൊരു പോർഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം ഈ ഒരു സെൻറ്റൻസ് ആണ് പറയുന്നത്. അതായത് 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിൻ്റെ കാര്യത്തിൽ ദുർബലനായ വ്യക്തിയോ 60 വയസ്സിന് മുകളിലുള്ളതോ പ്രായമുള്ളൊരു വ്യക്തിയോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ റാങ്കിന് താഴെയല്ലാത്തൊരു ഉദ്യോഗസ്ഥന് മുൻകൂർ അനുമതി ആവശ്യമാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ റാങ്കിന് താഴെയല്ലാത്തൊരു ഉദ്യോഗസ്ഥൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നറിയാൻ DYSP എന്നാണ് മനസ്സിലാക്കണം. DYSP. ഓക്കെ, അപ്പോൾ DYSP റാങ്കിൽ താഴെയുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ അനുമതിയാണ് അവിടെ വേണ്ടത്. DYSP എന്ന് മനസ്സിലാക്കണം. സെറ്റായിട്ട് മനസ്സിലായി. ഇനി ഇവിടെ അറിയേണ്ടത് 36-ൽ പറയുന്നു എന്താണ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത്.
അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണ് 36 പറയുന്നത്. അവിടെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥൻ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണമെന്നും അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അത് ഒപ്പിടിയിക്കണമെന്നും സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിക്കണമെന്നും ഒക്കെ പറയുന്ന വകുപ്പാണ് 36 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 36ാമത്തെ വകുപ്പ് അപ്പോൾ സെറ്റായിട്ട് മനസ്സിലായോ? 36ാമത്തെ വകുപ്പ് നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി 37ാമത്തെ വകുപ്പിലേക്ക് പോകുന്നതാ. 37ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറസ്റ്റിനെ കുറിച്ച് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൺട്രോൾ റൂമിലോ ഇതിനായിട്ട് നിയോഗിച്ചിരിക്കുന്ന ASI റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ നമുക്ക് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് വിളിക്കാം. എന്താണ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ? അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഇത് എന്താണ് അറിയിക്കണം. അത് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറിയിക്കണം എന്ന് പറയുന്നത് 37ാമത്തെ വകുപ്പ് എന്നറിയണം. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് 38ാമത്തെ വകുപ്പാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന തൻ്റെ അഡ്വക്കേറ്റിനെ കാണാനും സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് 38. അഡ്വക്കേറ്റിനെ കാണുവാനും സംസാരിക്കുവാനുമുള്ള അവകാശത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 38 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? 38ാമത്തെ വകുപ്പ് സെറ്റാണോ? സെറ്റാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് 39. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പാണ് 39. ഒരു കൊഗ്നൈസബിൾ കേസുണ്ട്, നോൺ കൊഗ്നൈസബിൾ കേസുണ്ട് അല്ലേ? അപ്പോൾ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ നമുക്ക് വാറണ്ട് ഇല്ലാതെയൊക്കെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വാറണ്ടോടുകൂടിയേ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾ തൻ്റെ പേര് വിവരങ്ങൾ പറയാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, എന്താണ് പേര് വിവരങ്ങൾ പറയാൻ, നെയിം ആൻഡ് അഡ്രസ് പറയാൻ മനഃപൂർവ്വം വിസമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെയും നോൺ കോഗ്നൈസബിൾ ആയാൽ പോലും എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം എന്നറിയണം നിങ്ങൾ. അപ്പോൾ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. തൻ്റെ പേരും ഡീറ്റെയിൽസും പേരും അഡ്രസ്സും പറയാൻ വിസമ്മതിക്കുന്ന വ്യക്തി മനഃപൂർവ്വം പറയാൻ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യാം? 39ാമത്തെ വകുപ്പ് പ്രകാരം എന്ത് ചെയ്യാം? അയാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. സെറ്റായിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 39 40. നമുക്കറിയാം ആർക്കൊക്കെയാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 40ലും 41ലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 40 ഒരു സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റാണ്. ഒരു പ്രൈവറ്റ് പേഴ്സൺ വേണമെങ്കിലും ഒരു കുറ്റകൃത്യം, ഒരു കോഗ്നൈസബിൾ കുറ്റം തൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കണ്ടല്ല അയാൾ അറസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണ്. മജിസ്ട്രേറ്റ് 2 വിധമുണ്ട്. എന്നാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ജുഡീഷ്യൽ മജിസ്ട്രേറ്റും. ജുഡീഷ്യൽ മജിസ്ട്രേറ്റും അങ്ങനെ 2 മജിസ്ട്രേറ്റ് ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാം? പോലീസിനെ അല്ലെങ്കിൽ ആരോടെങ്കിലും അറസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം, പോലീസിനെ അറസ്റ്റ് ചെയ്യാം, മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങൾ എന്നറിയണം. പ്രധാനപ്പെട്ടത് 42ാമത്തെ വകുപ്പിൽ പറയുന്ന ഒരു സായുധ സേനാംഗത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ നടപ്പിലാക്കിയപ്പോൾ അയാളെ കുറ്റക്കാരനാക്കി അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണമെന്ന് ചോദിച്ചാൽ ആരുടെ അനുമതി വേണം? കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സായുധ സേനാംഗത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ അറിയണം. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അതത്രയും ഓക്കെ ആയി. ഇനി നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഇനി 43ാമത്തെ വകുപ്പും വളരെ പ്രധാനമാണ്. അറസ്റ്റ് ഹൗ മെയ്ഡ് എന്നതിന് എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ വാക്കാലോ പ്രവൃത്തിയാലോ ഒരാൾ അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല അറസ്റ്റിൽ ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ വേണമെന്നൊക്കെ എല്ലാ മാർഗവും സ്വീകരിക്കാം. അയാളെ കീഴടക്കാൻ വേണ്ടി വരുന്ന എല്ലാ മാർഗവും സ്വീകരിക്കാം. വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ജീവപര്യന്തമോ വധശിക്ഷയോ 10 വർഷത്തിലെ ഭൂവോ കിട്ടാവുന്ന വ്യക്തി മാത്രമേ അതിൽ മരണപ്പെടാവൂ. അല്ലാത്ത വ്യക്തി മരണപ്പെട്ടാൽ പോലീസുകാർ കുറ്റക്കാരായി വരുമെന്നും 43 പറയുന്നുണ്ട്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, രാത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 43. ഇനി 44 എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വ്യക്തി ഒരു വീട്ടിലോ മറ്റിടത്തോ കയറിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ പിടിക്കാനായിട്ട് വീടും ജനലും പൊളിച്ച് വേണമെങ്കിൽ അകത്ത് കയറാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇസഡിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു. സുഹൃത്തായ എന്ത് ചെയ്തു? തൻ്റെ ഫ്രണ്ടായ ഇസഡിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു. ഇസഡിൻ്റെ അനുമതിയില്ലാതെ വായിക്കാൻ വേണ്ടി മാത്രം.
പിന്നീട് ആ പുസ്തകം സ്വന്തം ലാഭത്തിനായി വിൽക്കുകയാണെങ്കിൽ അത് എന്ത് കുറ്റമാണ്? ഇവിടെ ഫ്രണ്ട് ആണ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു സമ്മതം കൊടുത്തിട്ടുണ്ടാവും എന്നാണ്, നീ വായിച്ചോളൂ എന്ന് പറയും. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? അത് വായിക്കാൻ എടുത്തിട്ട് അതിനെ സ്വന്തം ലാഭത്തിനായി വിൽക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ എന്തായിരിക്കും? ആൻസർ സ്വത്തിൻ്റെ ക്രിമിനൽ ദുരുപയോഗമാണോ, വിശ്വാസവഞ്ചനയാണോ, മോഷണമാണോ, കവർച്ചയാണോ? ഓപ്ഷൻ സി ആണ്, ദുർവിനിയോഗമാണ്. അപ്പോൾ BNSലെ ഏത് വകുപ്പ് എന്ന് ചോദിച്ചാൽ 314 വകുപ്പിലാണ് ഈ ആൻസർ വരുന്നത്. വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം. BNS 314 വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗത്തെ പറ്റി പറയുന്ന വകുപ്പാണെന്ന് അറിയാം. BNS 314 സെറ്റാണല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായി. ഇനി നമുക്കറിയാം ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. മോഷണവുമായി ബന്ധപ്പെട്ട BNSലെ വകുപ്പ് ഏത്? ഇത് ചാപ്റ്റർ ഏതെന്ന് നമുക്കറിയാം. BNSലെ ചാപ്റ്റർ 17. BNSലെ ചാപ്റ്റർ 17 നോക്കിയേ. മോഷണം നമുക്കറിയാം 303. മോഷണം 303, വിശ്വാസ ലംഘനം 316, വിശ്വാസവഞ്ചന അല്ലേ 316, സ്വത്തിൻ്റെ ദുർവിനിയോഗം 314, കവർച്ച 309 എന്നറിയണം, കൂട്ടായ്മ കവർച്ച 310 എന്ന് അറിയണം. ഈ സെക്ഷനെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം കുട്ടികളെ, മനസ്സിലാക്കിയിരിക്കണമെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇസഡിൻ്റെ മുഖത്തിന് സ്ഥിരമായ വൈകല്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു അടി നൽകി. അത് ഇസഡിന് 15 ദിവസം. ഓക്കെ, ഇസഡിൻ്റെ മുഖത്തിന് സ്ഥിരമായ വൈകല്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടൊരു അടി നൽകി. അത് ഇസഡിന് 15 ദിവസത്തേക്ക് കഠിനമായ ശാരീരിക വേദന ഉണ്ടാക്കി. ഇത് ഏത് കുറ്റകൃത്യമായി കണക്കാക്കും? അപ്പോൾ സ്ഥിരമായ, നമുക്കറിയാം ഇത് കഠിനമായ ദേഹോപദ്രവമാണ്. കാരണം 15 ദിവസം വേദന ഉണ്ടാക്കിയ ഒരു സംശയവുമില്ല കഠിനമായ ദേഹോപദ്രവം തന്നെയാണെന്ന് അറിയണം. ഇത് സെക്ഷൻ 114 116 നമ്മൾ ആദ്യം പഠിക്കണം. 114 എന്നാണ് ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട് എന്ന് പറയുന്നു. 116 കഠിന ദേഹോപദ്രവം അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ദേഹോപദ്രവം 114, കഠിന ദേഹോപദ്രവം 116 എന്നറിയണം. ഓക്കെ, അപ്പോൾ ദേഹോപദ്രവം എന്നാൽ ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉണ്ടാക്കുന്നതാണ് എന്ത്? ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട് എന്ന് പറയുന്നത്. എങ്കിൽ എന്താണ് കഠിന ദേഹോപദ്രവം ചോദിച്ചാൽ അവിടെ പുരുഷത്വം ഇല്ലാതാക്കുക, പല്ലിൻ്റെയും എല്ലിൻ്റെയും സ്ഥാനമാറ്റം, അതുപോലെ തന്നെ എല്ല് പൊട്ടുക, മുഖം വികൃതമാകുക തുടങ്ങിയ ഏത് പ്രവൃത്തിയും എന്ത് തന്നെയാണ്? കഠിനമായ ദേഹോപദ്രവമാണ്. അപ്പോൾ ഇവിടെ ആൻസർ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വേദന അനുഭവിച്ചാൽ എത്ര ദിവസം വേദന അനുഭവിക്കണം? 15 ദിവസത്തേക്ക് കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുകയും കൂടെ ചെയ്തു എങ്കിൽ മാത്രമാണ് അത് കറക്റ്റ് ആകുന്നതെന്ന് മനസ്സിലാവുക. ഓക്കെയാണോ? ഇനി ഒരു കപ്പലിന് ഇൻഷുറൻസ് എടുക്കുകയും ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ കപ്പൽ സ്വമേധയാ കടലിൽ ഉപേക്ഷിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഒരു കപ്പലിന് ഇൻഷുറൻസ് എടുക്കുകയും ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ കപ്പൽ സ്വമേധയാ കടലിൽ ഉപേക്ഷിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നുവെങ്കിൽ കണ്ടോ, അപ്പോൾ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടൊരു പ്രവൃത്തി ചെയ്താൽ യാതൊരു സംശയവുമില്ല അതെന്താണ്? ദ്രോഹം ആണെന്നറിയുക. അപ്പോൾ അവിടെ അറിയണം ഒരു കപ്പലിന് ഇൻഷുറൻസ് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പോൾ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഏതൊരാളും എന്ത് ചെയ്തിരിക്കുന്നു അർത്ഥം? ദ്രോഹം ചെയ്തിരിക്കുന്നു. എന്താണ് ദ്രോഹം ചെയ്തിരിക്കുന്നു എന്നറിയുക. ഇതാണ് സെക്ഷൻ 324. ഏതാണ്? 324. അപ്പോൾ ദ്രോഹത്തിൻ്റെ സെക്ഷൻ ഏതാണ്? BNS 324. മറ്റൊരാളുടെ വസ്തുക്കൾ നശിപ്പിക്കാതെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാണ് ഇവിടെ നഷ്ടം ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ വണ്ടി അടിച്ചു പൊട്ടിക്കുന്നു, അയാളുടെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നുവെങ്കിൽ അവിടെയും അയാൾക്ക് നഷ്ടമുണ്ടാക്കിയതാണ്.
അയാൾക്ക് നഷ്ടമുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ദ്രോഹം തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ കൃഷിപ്പാടം നശിപ്പിക്കുകയാണെങ്കിൽ അത് നഷ്ടമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ദ്രോഹം അറിയുക 324. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രസ്താവന 1. ഒരു അറസ്റ്റ് നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സ്പർശിക്കുകയോ നിയന്ത്രിക്കുകയോ നിർബന്ധമായി ചെയ്യണം. 2. പ്രസ്താവന 2. അറസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നത് BNSS 44 പ്രതിപാദിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ തന്നെ വന്നു. അപ്പോൾ അവിടെ ഒരു അറസ്റ്റ് നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സ്പർശിക്കുന്ന നിർബന്ധമായും ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആവശ്യമെങ്കിൽ ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അറസ്റ്റുമായി എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന സെക്ഷൻ 44 നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 43 പറയുന്നത്. 44 ജനലോ വാതിലോ പൊളിച്ചകത്ത് കയറാമെന്ന് പറയുന്നു. അപ്പോൾ 1 തെറ്റ് 2 തെറ്റ്. അപ്പോൾ പ്രസ്താവന 1 പ്രസ്താവന 2 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 43 അറിയുക. 43 വേണമെങ്കിൽ കൈവിലങ്ങ് ഉപയോഗിക്കാമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓരോ പോലീസ് സ്റ്റേഷനിലും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ പരിപാലിക്കുന്നതിന് ആരെയാണ് നിയമിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ പരിപാലിക്കുന്നതിന് ആരെയാണ് നിയമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് 37ാമത്തെ വകുപ്പിലേക്ക് പോകാം. ഏതാണ് 37ാമത്തെ വകുപ്പ്? എന്താണ് 37ാമത്തെ വകുപ്പ് എന്ന് ചോദിച്ചാൽ ASI റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം കൺട്രോൾ റൂമിൽ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കേണ്ടത്. നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ ASI റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അറിയാം. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ A ആണ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ റാങ്കിന് താഴെയല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കും. അയാൾ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അത് വേണമെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ പ്രമുഖമായി വേണമെങ്കിൽ അവിടെ പ്രദർശിപ്പിച്ച് വയ്ക്കുകയും ചെയ്യാമെന്ന് കൂടെ നിങ്ങൾ അറിയണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ സെക്ഷൻ 37 ആണെന്നറിയാം. ഇനി സെക്ഷൻ 39 ക്ലോസ് 2 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ പേരും താമസ സ്ഥലവും കണ്ടെത്താൻ ആയില്ലെങ്കിൽ ഇത് ഏതിലെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് BNSS അല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി യഥാർത്ഥ പേരും BNSS ആണ്. 39. അയാൾ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്തു, പക്ഷേ അയാളുടെ യഥാർത്ഥ പേരും താമസ സ്ഥലവും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കണ്ടെത്തിയാൽ 24 മണിക്കൂറിനകം വിടണമെന്നാണ്. പക്ഷേ ഇവിടെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ അവനെ ജയിലിലടയ്ക്കണോ, ഒരു ബോണ്ടിലോ ജാമ്യത്തിലോ വിട്ടയക്കണോ, മേജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണോ? അല്ലെ, കണ്ടെത്തിയാൽ എന്നോട് ചോദിച്ചേക്കണം കേട്ടോ, കേസ് രജിസ്റ്റർ ചെയ്യണം. അപ്പം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കസ്റ്റഡി വെച്ചേക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ പേരും എല്ലോസും കണ്ടെത്താനാണ് കസ്റ്റഡി വെച്ചേക്കുന്നത്. എങ്കിൽ നേരെ എന്ത് ചെയ്യണം? അവനെ ഒരു ബോണ്ടിലോ ജാമ്യ ബോണ്ടിലോ മോചിപ്പിക്കണം. ഒരു ബോണ്ടിലോ ജാമ്യ ബോണ്ടിലോ അവനെ മോചിപ്പിക്കണം എന്നാണ് സെക്ഷൻ ഏതിൽ പറയുന്നത്? 39(2) പറയുന്നു. മനസ്സിലായില്ലേ? ഈ 39 വളരെ വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. അതുപോലെ BNSSൽ നമുക്ക് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിട്ട് നമുക്ക് നോക്കാം. ഏത് സാഹചര്യത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വാറണ്ടിൽ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? എപ്പോഴാണ് വിത്തൗട്ട് വാറണ്ടിൽ നമുക്കൊരാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? സാമ്പത്തിക കുറ്റം ചെയ്ത വ്യക്തിയെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ, ഒരു സിവിൽ തർക്കത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ. അപ്പോൾ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പക്ക നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഇതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി നമ്മളെ BNSS ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ബോണ്ടിലോ ജാമ്യ ബോണ്ടിലോ വിട്ടയക്കണം. നമുക്ക് ഈ സമൻസ് എന്താണ്, വാറണ്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചുമ്മാ സമൻസ് എന്താണ്, വാറണ്ട് എന്താണെന്ന് നോക്കാം. സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നുള്ള ആദ്യ നടപടിയാണ് സമൻസ്. പക്ഷേ വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി സമൻസ് അനുസരിക്കാത്ത വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള നിർബന്ധിത പരിപാടിയാണ് വാറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ വാറണ്ട് കൊണ്ടുപോകുമ്പോൾ അയാളെ പിടിക്കാൻ പറ്റാത്ത സെക്ഷനാണ് 73 എന്ന് പറയുന്നത്. കാരണം 73ാമത്തെ വകുപ്പിൽ പറയുന്നത് വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പിടിക്കുമ്പോൾ മുൻകൂർ ജാമ്യത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 73. മുൻകൂർ ജാമ്യത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 73 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ BNSSലെ 73ാമത്തെ വകുപ്പ് നന്നായിട്ട് ഓർത്തു വെച്ചോളൂ. മുൻകൂർ ജാമ്യത്തെ പറ്റി പറയുന്ന വകുപ്പാണെന്ന് അറിയണം. ഒരു പൊതു റോഡിൽ വെച്ച് ഇസഡിനെ കണ്ട് ഒരു പിസ്റ്റൾ കാണിച്ച് ഇസഡിൻ്റെ പേഴ്സ് ആവശ്യപ്പെട്ടു.
അപ്പോൾ എ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇസഡിനെ കണ്ടിട്ട് ഒരു പിസ്റ്റൾ കാണിച്ച് പേഴ്സ് ആവശ്യപ്പെട്ടു. ഇതെന്താണ് കുറ്റം? അയാൾ ആ പേഴ്സ് കൊടുക്കുകയും ചെയ്തു. ഭീഷണിയാണോ, മോഷണമാണോ, കവർച്ചയാണോ, ആഘാതമാണോ എന്ന് ഓർമ്മിച്ചാൽ അവിടെ യാതൊരു സംശയവുമില്ല. ഏത് തന്നെയാണ്? ഓപ്ഷൻ സി, കവർച്ചയാണ്. കാരണം ഈ പൊതു റോഡിലോ എപ്പോഴും ആയിക്കോട്ടെ, രാവിലെ ഒരു തോക്ക് ചൂണ്ടിക്കാണിച്ച് ഈ പൈസ പിടിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് തന്നെയാണത്? കവർച്ച തന്നെയാണ്, റോബറി തന്നെയാണെന്നറിയാം. റോബറി, പിന്നെ മാത്രമല്ല അതിൻ്റെ സബ്സെക്ഷൻ കൂടെയൊക്കെ ഉണ്ട്. സബ്സെക്ഷൻ ഒരുപാടുണ്ട്. 309 ശേഷം അല്ലേ, 309 ശേഷം ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് റോബറിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ 5 അതിലധികമോ ആളുകൾ ചേർന്നാൽ എന്തായി മാറും? ഡെക്കോയിറ്റി ആയി മാറും. ഡെക്കോയിറ്റിക്ക് ശിക്ഷ കൂടുതലാണെന്ന് കൂടെ അറിയുക. ഡെക്കോയിറ്റിക്ക് ശിക്ഷ എന്താണ്? കൂടുതലാണെന്നും കൂടെ നിങ്ങൾ അറിയുക. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കൊൽക്കത്തയിൽ താമസിക്കുന്ന, ഡൽഹിയിൽ താമസിക്കുന്ന, രണ്ടിടത്ത് വന്നു കേട്ടോ. എ ഒന്ന് കൊൽക്കത്തയിൽ താമസിക്കുന്ന മതി കേട്ടോ. കൊൽക്കത്തയിൽ താമസിക്കുന്ന ഇസഡിൻ്റെ ഏജന്റാണ്. ഇസഡ് എന് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അത് കമ്പനിയുടെ പേരിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവൻ നിക്ഷേപിക്കാതെ സ്വന്തം ബിസിനസ്സിനായി ഉപയോഗിച്ചെങ്കിൽ ഏത് കുറ്റമാണ്? അതായത് കമ്പനിയുടെ പേരിൽ ഇടാൻ വേണ്ടിയാണ് ഇയാൾക്ക് പൈസ അയച്ചു കൊടുത്തത്. പക്ഷേ ഇയാൾ കമ്പനിയുടെ പേരിൽ ഇടാതെ സ്വന്തം പേരിൽ അവിടെ ഇട്ടുവെങ്കിൽ ഇവിടെ നടന്ന കുറ്റം എന്നാണ് ചോദിച്ചത്. ചതിയാണോ, വിശ്വാസവഞ്ചനയാണോ, മോഷണമാണോ, ക്രിമിനൽ ദുരുപയോഗമാണോ എന്നറിയുക. ചതിയാണോ, വിശ്വാസവഞ്ചനയാണോ, മോഷണമാണോ? സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ്? എന്നാൽ വിശ്വാസവഞ്ചന. കാരണം അയാളെ വിശ്വസിച്ചാണല്ലോ അദ്ദേഹം ഇത്രയും പൈസ അയച്ചു കൊടുത്തത്. ഈ പൈസയെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് കണക്കാക്കുന്നു? വിശ്വാസവഞ്ചന. കാരണം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് വെച്ച് മറ്റൊരു കള്ളത്തനം ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ദുർവിനിയോഗമായിട്ട് കണക്കാക്കാം എന്ന് മനസ്സിലാക്കും. വിശ്വാസ ലംഘനമായിട്ട് കണക്കാക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഒരു കല്ലെറിഞ്ഞു. അത് ഇസഡിൻ്റെ വസ്ത്രത്തിലോ ഇസഡ് വഹിക്കുന്ന ഏതെങ്കിലും വസ്തുവിലോ തട്ടാൻ സാധ്യതയുണ്ടെന്ന് ഉദ്ദേശിച്ചോ അറിഞ്ഞോ ആയിരുന്നു. ഇതെന്ത് കുറ്റമാണ്? എ ഒരു കല്ലെറിഞ്ഞു. അത് ഇസഡിൻ്റെ വസ്ത്രത്തിലോ ഇസഡ് വഹിക്കുന്ന ഏതെങ്കിലും വസ്തുവിലോ തട്ടാൻ സാധ്യതയുണ്ടെന്ന് ഉദ്ദേശിച്ചോ അറിഞ്ഞോ ആയിരുന്നു അത് ചെയ്തെങ്കിൽ എന്ത് കുറ്റം? അപ്പോൾ ഇത് വസ്തുനാശമാണോ, സാധാരണ ആക്രമണമാണോ, ക്രിമിനൽ ബലപ്രയോഗമാണോ, പൊതുശല്യമാണോ എന്നറിയാം. ഇത് ഏതും വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം പൊതുശല്യം എന്നെടുക്കാം കേട്ടോ. പൊതുശല്യമാണോ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നീങ്ങിയിരുന്നുവെങ്കിൽ ബലപ്രയോഗം നമുക്ക് എടുക്കാമായിരുന്നു. ഇത് പൊതുശല്യം എന്നൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. എ എന്നയാൾ യാതൊരു ന്യായീകരണവുമില്ലാതെ ഒരു തോക്ക് നിറച്ച് ആൾക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു. അതിലൊരാളെ കൊന്നു. ഏത് കുറ്റത്തിന്? ഒരു കാരണവുമില്ലാതെ വെറുതെ ആൾക്കൂട്ടം നിൽക്കുന്നതിനിടയിൽ ഒരു സുരക്ഷാ മാനദണ്ഡം എടുക്കാതെ എന്ത് ചെയ്തു? വെടിവെച്ചു. ആളുകൾ മരിച്ചെങ്കിൽ ഒരു സംശയമില്ല അത് കൊലപാതകമായിട്ട് എടുക്കുള്ളൂ. അവിടെ നരഹത്യക്കൊന്നുമില്ല. കാരണം അറിയാതെ ചെയ്തതും വളഞ്ഞ വെടിയൊന്നുമല്ല, നേരിട്ട് ചെയ്തു. ആൾക്കൂട്ടത്തിന് നേരെ അടിച്ച് വെടിവിടുകയാണെങ്കിൽ ആൻസർ കൊലപാതകം തന്നെയാണ്. എ എന്നയാൾ ഒരു കുഴിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കുഴികൾ ഉണ്ടാക്കുകയും മറയ്ക്കുകയും ചെയ്തു. നിസൻ എന്നയാൾ നിലമുറച്ചതാണെന്ന് വിശ്വസിച്ച് അതിന്മേൽ ചവിട്ടി കുഴിയിൽ വീഴുകയും മരിക്കുകയും ചെയ്തു. ഏത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ എ എന്നയാൾ ഒരു കുഴിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കുഴികൾ ഉണ്ടാക്കുകയും മറയ്ക്കുകയും ചെയ്തു. അപ്പോൾ കുഴികൾ ഉണ്ടാക്കി മറയ്ക്കുകയും ചെയ്തെങ്കിൽ അവിടെ ഏത് കുറ്റമാണ് ചെയ്തതെന്ന് നോക്കുക. അപ്പോൾ അതിൽ വീണു അല്ലേ? അപ്പോൾ യാതൊരു സംശയമില്ലാതെ നരഹത്യ തന്നെയാണ്, കുറ്റകരമാണ്. മനഃപൂർവ്വം മറ്റേ വീഴട്ടെ എന്ന രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുറ്റകരമായ നരഹത്യയായിട്ട് നമുക്കിത് കണക്കാക്കാമെന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഒരു പ്രത്യേക വിഷം ഉപയോഗിച്ച് വിഷബാധയേറ്റ് മറ്റാളുകൾ വിഷം ഉപയോഗിച്ച് വിഷബാധയേറ്റ മറ്റു വ്യക്തികളിൽ ചില ലക്ഷണങ്ങൾ കണ്ടിരുന്നു എന്ന വസ്തുത വിദഗ്ധർ ഏത് സെക്ഷനിലാണ് പറയുന്നത് പറയാമോ? സെക്ഷൻ ഏതാണ്? 40-ലാണ്. നമ്മൾ ഭാരതീയ സാക്ഷി അധീനമുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നത് ഭാരതീയ സാക്ഷി അധീനം. അതിനകത്ത് 170 വകുപ്പുകളും 12 ചാപ്റ്ററും 4 ഭാഗങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഈ BSc ഒരു ക്വസ്റ്റ്യനാണ്, വിദഗ്ധന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയും. വിദഗ്ധന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്നു. ഈ എക്സ്പേർട്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത് വിദഗ്ധനെ പറ്റി പറയുന്ന സെക്ഷൻ 39-ഉം വിദഗ്ധൻ്റെ 40 പറയുന്നത് വിദഗ്ധൻ ഏതെങ്കിലും ഒരു ഇവിടെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു എക്സ്പീരിമെൻ്റ് വെച്ച് പറയുന്നെങ്കിൽ 40-ഉം സ്വന്തം എക്സ്പീരിമെൻറ്റിലൂടെ പറയുകയാണെങ്കിൽ 45 എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 40 ആണെന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി 40 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി BScയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടെയുണ്ട്. മറ്റൊരു ഭാഗം ഏതാണ്? കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റും എന്നറിയുക. ഏതാണ്? BScയിലെ 22, 23 എപ്പോഴും എല്ലാ പരീക്ഷയും ഇപ്പോൾ ചോദിക്കും. 23 പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം, 22 മജിസ്ട്രേറ്റിനോട് നടത്തുന്ന കുറ്റസമ്മതം എന്നറിയുക. 22 മജിസ്ട്രേറ്റ് നടത്തുന്ന കുറ്റസമ്മതം, 23 പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം.
ഇവിടെ 22 പറയുന്നത് മജിസ്ട്രേറ്റിനോട് കുറ്റസമ്മതം നടത്തുന്നത് സ്വീകാര്യമാണ്, പക്ഷെ അവിടെ ഭീഷണിയോ അപഹരണമോ ഭയമോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ മജിസ്ട്രേറ്റ് ആ കുറ്റസമ്മതം സ്വീകരിക്കുകയുള്ളൂ എന്ന് മാത്രം അറിയുക. എന്നാൽ പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം യാതൊരു സംഗതിയും സ്വീകാര്യമല്ല. കാരണം പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചായിരിക്കാമായതുകൊണ്ട് തന്നെ പോലീസിനുള്ള കുറ്റസമ്മതം തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ അത് തെളിവോടുകൂടി പിടിക്കണം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം പോലീസ് ചോദ്യം ചെയ്തതെന്ന് അറിയുക. എങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ എന്നറിയുക. ഇനി 24 കൂട്ടവിചാരണയാണ്. ഒരു കൂട്ടം ആൾക്കാരെ വിചാരണ ചെയ്യുകയും അതിലൊരാളെ പിടിച്ചിട്ട് അയാൾ മറ്റുള്ളവരുടെ മൊഴികൾ കൂടെ പറയുകയും ചെയ്താൽ അതാണ് കൂട്ടവിചാരണ എന്ന് പറയുന്നത്. കൂട്ടവിചാരണ സെക്ഷൻ ഏതാണ്? 24 എന്ന് പറയുന്നത്. അപ്പോൾ 22, 23, 24 സെറ്റായിട്ട് മനസ്സിലായി. 22 മജിസ്ട്രേറ്റിനുള്ള കുറ്റസമ്മതം, 23 പോലീസിനുള്ള കുറ്റസമ്മതം, 24 കൂട്ടായ്മ പ്രവൃത്തി അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മുടെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇതിനു മുമ്പേ റിവിഷൻ ക്ലാസ്സും ടോപ്പിക് ക്ലാസ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. സെറ്റാണ്. ഓക്കെ.